നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 10 അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും, മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. വചനം ഒന്നുകൂടി ആവർത്തിക്കുന്നു: ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഈ ഒരു വചനം വളരെ ഗഹനമായ വിധത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ ഈശോ പറയാണ്, ഞാനാണ് വാതിൽ. നമുക്കറിയാം, ഒരു ദൈവാലയത്തിന് ഒരു പ്രധാന കവാടമുണ്ടാകും. അതുപോലെ ഒരു വീട് പണിയുകയാണെങ്കിൽ അതിനും നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കവാടം നമ്മൾ വയ്ക്കും. ഏതൊരു കെട്ടിടം പണിയുമ്പോഴും ഒരു പ്രധാന കവാടമുണ്ട്, ഒരു വാതിൽ വയ്ക്കും. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാതിൽ വയ്ക്കുക. വാതിലിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാഗതം ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ്. തന്നെയുമല്ല, വാതിലിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. വാതിലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അകത്തേക്ക് വിളിക്കുകയാണ്. വാ ഇതിലെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് വാതിൽ എന്ന് പറഞ്ഞാൽ, വാ ഇതിലെ. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞത് എന്നതാ? ഞാനാണ് വാ ഇതിലെ. അങ്ങനെയല്ലേ യേശു പറഞ്ഞത്? ഞാനാണ് വാതിൽ. അപ്പോൾ വാ ഇതിലെ എങ്ങോട്ട്? യേശുവിലേക്ക്. യേശുവാകുന്ന വാതിലിലൂടെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ളൊരു വിളിയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ രക്ഷ പ്രാപിക്കും. ഈ വാതിലിലൂടെ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാനുള്ള ഏക വാതിൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ വാതിലിലൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ അകത്ത് വരുന്നു, അതോടൊപ്പം പുറത്തേക്ക് പോകുന്നു. ഇതിനൊരർത്ഥമുണ്ട്. ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനൊരു പുതിയ വ്യക്തിയായിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ ഒക്കെ വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. അവൻ പിന്നെ പുറത്തേക്ക് പോകുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ്. പഴയ മനുഷ്യനല്ല, പഴയതെല്ലാം യേശുവിൽ അവൻ ഉപേക്ഷിച്ചു, യേശുവിനോടുകൂടി സംസ്കരിക്കപ്പെട്ടു, അവനോട് ഉയർക്കുകയാണ് പുതിയ മനുഷ്യനായിട്ട്.
അപ്പോൾ അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കടന്നുപോകലിലേക്ക് അവൻ പിന്നീട് വരികയാണ്. സ്നേഹമുള്ളവരെ, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് നമ്മുടെ എല്ലാ അവസ്ഥകളെയും അവനിൽ സമർപ്പിച്ച് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു പുതു സൃഷ്ടിയായിട്ട് അവൻ പിന്നെ പുറത്തേക്ക് പോവുകയാണ്. പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ അവൻ കണ്ടെത്തുകയാണ്. മുൻപ് അവൻ ഈ ലോകത്തിലൂടെ മേഞ്ഞ് നടന്നിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കണ്ട് കേട്ട് ചെയ്ത് അവനിങ്ങനെ ഈ ലോകത്തിലൂടെയൊക്കെ കടന്നുപോയിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ വാതിലിലൂടെ അവൻ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞതോടുകൂടി പഴയ അവൻ്റെ ജീവിത രീതിക്ക് മാറ്റം വരുന്നു. പഴയ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റി കളഞ്ഞിട്ട് അവൻ പുതിയതിലേക്ക് പോവുകയാണ്. പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ ജീവിത രീതിയിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, യേശുവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുവനുണ്ടാകുന്ന മാറ്റം അതാണ്. പിന്നെ ലോകത്തിൻ്റേതെല്ലാം അവന് ഉച്ഛിഷ്ടമായിട്ട് തോന്നും. ഒന്നും വിലയില്ലാത്തതായിട്ട് അനുഭവപ്പെടും. ഒരു കാര്യങ്ങളും അവനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ല. കാരണം ക്രിസ്തുവിൽ പൂർണ്ണത, സ്നേഹത്തിൻ്റെ പൂർണ്ണത, ആനന്ദത്തിൻ്റെ പൂർണ്ണത അവൻ കണ്ടെത്തിക്കഴിഞ്ഞു. അതിനോട് ശേഷം അവന് പിന്നീട് ഒരിക്കലും ലോകത്തിൻ്റെ ഒരു കാര്യവും അവനെ സന്തോഷിപ്പിക്കില്ല, മോഹിപ്പിക്കില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ ഒരു സമറിയാക്കാരിയെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവളും ഇതുപോലെ ലോകത്തിൻ്റെ ഒരുപാട് സുഖങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ മുഴുകി ജീവിച്ച ഒരു മനുഷ്യ, ഒരു സ്ത്രീയാണ്. എന്നാൽ ക്രിസ്തു ആകുന്ന വാതിൽ അവൾ കണ്ടെത്തി. അവൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ വാതിലിലൂടെ അവൾ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവളിൽ നമുക്കറിയാം മാറ്റം വരികയാണ്. പുതിയ സൃഷ്ടിയായിട്ട് അവൾ മാറുകയാണ്. പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ ജീവിത രീതിയിലേക്ക് അവൾ മാറുകയാണ്. ഇവൾ കുടം താഴ്ത്തി വയ്ക്കുകയാണ്. നമുക്കറിയാം, വെള്ളം കോരാൻ വരുന്ന സാഹചര്യമാണ്. കിണറിനരികിൽ ഈശോ കാത്തിരിക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ അറിയാമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നോക്കുക, അവൾ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവളിൽ മാറ്റം വരുന്നു. അവൾ പുറത്തേക്ക് പോവുകയാണ്. പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവളുടെ ഇനിയുള്ള ലക്ഷ്യം ദൈവാനുഭവം നൽകിയ, സ്നേഹാനുഭവം നൽകിയ ക്രിസ്തുവിലേക്ക് ഈ അനുഭവം സ്വീകരിക്കാനായിട്ട് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്ക് അവൾ മാറി. അതിനായിട്ടുള്ള പരിശ്രമത്തിലേക്ക് അവൾ ഏർപ്പെടുന്നു. അത് അവൾ വിജയിക്കുകയും ചെയ്യുന്നു. അനേകരെ കൂട്ടിക്കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ? പുതിയ മേച്ചിൽ സ്ഥലം അവൾ കണ്ടെത്തി. ക്രിസ്തുവിലേക്ക് വന്നതോടുകൂടി, പുറത്തേക്ക് പോയതോടുകൂടി അവൾ പുതിയ മേച്ചിൽ സ്ഥലം കണ്ടെത്തി. ഒരു പുതിയ അനുഭവത്തിലേക്ക് അവൾ മാറി. അവളുടെ ഈ ലോകത്തിൻ്റെ എല്ലാ ദാഹങ്ങളും അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് പരിചിന്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു വചനമായി നമുക്കിതിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമുക്കും ഇതുപോലെ ക്രിസ്തുവിൻ്റെ വിളി ഒന്ന് കേൾക്കാം. അവിടുന്ന് പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് വാ ഇതിലെ. അപ്പോൾ ഓരോ വാതിലും അതിൻ്റെ ലക്ഷ്യം അതാണ്. മറ്റുള്ളവരെ തന്നിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണവുമായി അതിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ക്രിസ്തുവാകുന്ന വാതിൽ നമുക്ക് മുൻപിൽ തുറന്നിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ തീർച്ചയായിട്ടും രക്ഷ കണ്ടെത്തും. അവൻ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിൽ പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലൂടെ സന്തോഷഭരിതനായിട്ട് അവൻ ജീവിക്കുകയും ചെയ്യും. ദൈവം എനിക്കു തന്ന
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനാ മണിക്കൂറിലെ ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോകാതെ, അന്യചിന്തകളിൽ മുഴുകി വ്യർത്ഥമാകാതെ ഈ സമയത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും എല്ലാം അങ്ങ് തന്നെ നയിക്കണമേ, നിയന്ത്രിക്കണമേ, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരുമായിരിക്കും. വിശുദ്ധ ശ്ലീഹായുടെ ആഹ്വാനം നമുക്ക് നമ്മുടേതായി സ്വീകരിക്കാം. നാം വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയമായി തീരുന്നു, അവിടുത്തെ മക്കളായി തീരുന്നു. ആ പിതൃപുത്ര ബന്ധത്തോടുകൂടി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് സമർപ്പണത്തിൻ്റെ ഒരു ഗാനം ആലപിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. സമർപ്പിക്കാം
സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്നറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം സൗഭാഗ്യമേകില്ല എന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ബലിവേദിയിൽ വന്നു നിൽക്കുമീ നിമിഷവും നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ. സംപ്രീതനാകില്ല നാഥനീ കാഴ്ചകളിൽ. സ്വീകാര്യമാകില്ല നിന്നുടെ യാഗാർപ്പണം. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ഈശോ നമ്മോട് പറയുന്നു, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വാക്കുകൾ ഈശോ നമ്മോട് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ പോലെ പരിപൂർണരായി ആരുമില്ല. എങ്കിലും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇത് നമുക്ക് സാധ്യമാണോ എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരിക സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യന് അസാധ്യമായതൊന്നും ചെയ്യാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ നാം വായിക്കുന്നു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പത്രോസ് ലേഖാ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്,
ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? കർത്താവ് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു, എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. അവിടുന്ന് തുടർന്ന് പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും എന്ന്. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, എല്ലാം 100 ഇരട്ടി ലഭിക്കുന്നതോടൊപ്പം പീഡനങ്ങളും ഉണ്ടാവുമെന്ന്. അതുപോലെ ആ ധനികനായ യുവാവിനോട് സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ഇതുപോലെ കർത്താവ് നമ്മെ ഓരോ നിമിഷവും പ്രത്യേകിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പേര് വിളിച്ചു പറയും, നിനക്കൊരു കുറവുണ്ട് എന്ന്. ആ ഒരു കുറവ് പരിപൂർണതയ്ക്ക് വലിയ തടസ്സമായിരിക്കും. ആ കുറവ് എന്താണെന്ന് ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈശോയെ, എന്നിലെ കുറവ് കണ്ടുപിടിക്കുവാനും തിരുത്തുവാനും എന്നെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാനങ്ങളെ എന്നിലേക്ക് വർഷിച്ച് എന്നിലെ കുറവുകളെ കണ്ടുപിടിക്കുവാനും കണ്ടുപിടിച്ചവ തിരുത്തുവാനും പിഴുതുമാറ്റേണ്ടവ പൂർണ്ണമായി പിഴുതുമാറ്റുവാനും എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസിനെ പോലെ ആത്മാർത്ഥമായി പറയുവാൻ നമുക്കും സാധിക്കണം. നാം പലപ്പോഴും വാക്കുകൾ കൊണ്ടും ഗാനരൂപത്തിലുമെല്ലാം ഉപേക്ഷിച്ചുവെന്നും സർവവും സമർപ്പിക്കുന്നുവെന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും ഒരു ചെറിയ കുറവുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നാം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്തെ, താല്പര്യങ്ങളെ, എന്നിലെ ഞാനെന്ന ഭാവത്തെ നാം ഉപേക്ഷിച്ചിട്ടില്ല. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന് ഭാഗ്യമായി പറയുന്നെങ്കിലും എല്ലാം അങ്ങേക്ക് വേണ്ടി ഉപേക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് പലപ്പോഴും ഓരോ കാര്യങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങ് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് ആ കുറവ് പരിഹരിച്ച് പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുവാനും അങ്ങനെ പരിപൂർണതയുടെ മാർഗത്തിലൂടെ ചരിക്കുവാനും നിത്യതയിൽ അങ്ങയോടുകൂടെ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ സർവ്വതും ഉപേക്ഷിച്ച് 100 ഇരട്ടി സമ്മാനം സ്വീകരിച്ചവനാണല്ലോ നമുക്ക് മുമ്പേ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളായ വിശുദ്ധാത്മാക്കൾ. ഈ വിശുദ്ധാത്മാക്കളെ പോലെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിനായി നമുക്ക് അവരോടും മധ്യസ്ഥം യാചിക്കാം. നമ്മുടെ തീവ്രമായ ആഗ്രഹവും പരിശ്രമവും കർത്താവ് ഫലമണിയിക്കും. ഈശോ പറയുന്നു, ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. ഇവിടെ പിതാവിൻ്റെ പരിപൂർണതയേക്കാൾ അല്പം കാഠിന്യം കുറഞ്ഞതായി പെട്ടെന്ന് നമുക്ക് തോന്നാം. ഗുരുവായ ഈശോയും പിതാവും ഒന്നാണ്. അതുകൊണ്ട് പിതാവിനും ഈശോയ്ക്കും ഒരേ പൂർണ്ണത തന്നെയാണ്. അവിടുത്തെ പരിപൂർണതയിൽ പങ്കുകാരാകുവാൻ, ആ പരിപൂർണത പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണതയ്ക്കായി യത്നിക്കുന്ന നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പിതാവിനെ സ്തുതിച്ചിരുന്ന സങ്കീർത്തനങ്ങളിൽ ഏതാനും വചനങ്ങൾ ചൊല്ലി കർത്താവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും അവിടുന്ന് നമ്മിൽ വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുകയും ചെയ്യാം.
സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നിത്യം പാടി പ്രത്യേകുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സങ്കീർത്തകൻ വീണ്ടും പറയുന്നു, കർത്താവേ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായുവാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷയിലായി അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ. അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ നിവദിക്കുന്നവനെ പോലെയാകും. ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവിൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നിത്യം പാടി പ്രത്യേകുവിൻ.
അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹമലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ചാർത്തു പിടിക്കുവിൻ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുവാൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവിനെ ഞാൻ എന്നും പാടി പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ കർത്താവ് രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചിരിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിവൻ. പരിശുദ്ധ പരമദിവികാരുണ്യമായ ഈശോയെ, ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് സർവ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രഭാവത്തിൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങുന്നു. ഭൂവാസികൾ മുഴുവനും അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. ദൈവമേ, അങ്ങേ ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. എന്നിട്ട് ഞാൻ നിരന്തരം അങ്ങയോടുകൂടെയാണ്. അവിടുന്ന് എൻ്റെ വലതുകരം ഉല്ലസിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഈശോയെ, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഈശോയെ, പരിപൂർണനായ അവിടുന്ന് പരിധിയും സ്വയം വരിച്ചത് ഞങ്ങൾ ഓരോരുത്തരെയും പ്രതിയാണല്ലോ. ഞങ്ങളുടെ ആശ്വാസവും പ്രതീക്ഷയും അങ്ങാണ്. ഈശോയെ, ഉടഞ്ഞ കുടങ്ങളും ചതഞ്ഞ ഞങ്ങണകളും കാനായിലെ വരണ്ട വീഞ്ഞുപാത്രങ്ങളും പൊട്ടിയ വയറുകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നനഞ്ഞ കവിളുകളും താളം തെറ്റിയ ഹൃദയങ്ങളും
മുറിവേറ്റ ശരീരങ്ങളും കാഴ്ചയില്ലാത്ത കണ്ണുകളും ചലനശേഷിയില്ലാത്ത കൈകാലുകളും പിശാചു ബാധിത ജീവിതങ്ങളും ഇതെല്ലാമാണല്ലോ അങ്ങ് ഇഷ്ടപ്പെട്ടത്. ഇവരെല്ലാവരും അങ്ങയുടെ സ്നേഹസ്പർശം അനുഭവിച്ചവരാണല്ലോ. സ്നേഹനാഥ, അങ്ങയെ നിഷേധിച്ചു പറഞ്ഞിട്ടും പത്രോസിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങയെ ഒറ്റിക്കൊടുത്തിട്ടും സ്നേഹിതരുടെ പട്ടികയിൽ നിന്നും യൂദാസിന്റെ പേര് അങ്ങ് വെട്ടിക്കളഞ്ഞില്ലല്ലോ. ഈശോയെ, അങ്ങിരുന്ന് വരുന്ന പന്തലുകൾ, അങ്ങ് നടന്ന വഴിയോരങ്ങൾ, അങ്ങ് കടന്നുപോയ വയലുകൾ, അങ്ങയെ ഉൾക്കൊണ്ട സിനഗോഗുകൾ, ദേവാലയങ്ങൾ, ദൈവമേ, അവയെല്ലാം വേദനിക്കുന്നവർക്ക്, അയോഗ്യർക്ക് അവിടുത്തെ തിരുമുഖ ദർശനത്തിനുള്ള സ്ഥലങ്ങളായിരുന്നല്ലോ. തിരുവചന ധ്യാനത്തിലൂടെ അങ്ങയെ അനുഭവിക്കുവാനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വിരലിൽ മുറുകെ പിടിച്ച് ആ മടിയിൽ മുഖമമർത്തി നിന്റെ അടുത്ത മുട്ടിന്മേൽ നിൽക്കുവാൻ ഞങ്ങൾക്കും ഇടവരുത്തണമേ. ഞങ്ങളുടെ ശിരസിലും അങ്ങയുടെ ദയയുടെ തലോടലുണ്ടാകണമേ. തിന്മയുടെ ആവർത്തനത്തിന് ശേഷം വീണ്ടും കയറി വരുമ്പോൾ എൻ്റെ കണ്ണീരാൽ വീണ്ടും നനയാൻ വേണ്ടി നീ പടിവാതിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ദൈവമേ, പരിപൂർണനാകാനാണല്ലോ ഞങ്ങളോടുള്ള അങ്ങയുടെ ആഹ്വാനം. ധൂർത്തപുത്രൻ്റെ പൊറുതി കിട്ടിയ പാപിനിയുടെ ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ സക്കേവൂസിൻ്റെ നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് നിന്നെ നിഷേധിച്ച് പറഞ്ഞവനെ സ്വന്തമാക്കി അങ്ങ് ആ പത്രോസിൻ്റെ നീ എടുത്തുയർത്തി ആശ്ലേഷിച്ച ശിശുക്കളുടെ നീ മനസ്സിലാക്കിയ മഗ്നല്ലായുടെ നീതി നടത്തിയ മർത്തായുടെ പരിപൂർണത മതി എനിക്ക്. കർത്താവേ, ഇവരെയെല്ലാം ഞങ്ങളുടെ മനസ്സ് ധ്യാനിച്ച് പരിപൂർണതയ്ക്ക് ആവശ്യമായ വഴിയിലൂടെ ദൃഢചിത്തതയോടെ നീങ്ങുവാൻ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ വേണ്ട കൃപാവരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. പരമപരിശുദ്ധി തന്നെയായ ദിവികാരുടെ നാഥ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ സന്നിധിയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ വഴിയെ പ്രകാശമായി ഞങ്ങളെ നയിക്കണമേ. ഈശോയെ, പരിപൂർണത പ്രാപിക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ വരുന്ന കുറവുകളെ അങ്ങ് തന്നെ പരിഹരിക്കണമേ. ഹൃദയ നൈർമല്യവും ജീവിത വിശുദ്ധിയും ഉണ്ടെങ്കിലേ പൂർണ്ണത പ്രാപിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. ദയാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ബലഹീനങ്ങളായ കളിമൺ പാത്രങ്ങളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ കുറവുകളെയും തിരിച്ചറിഞ്ഞ് പരിഹരിച്ച് തലസ്ഥാനത്ത് സുഹൃതങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഞങ്ങൾ തനിയെ അതിനാശക്തരാണെന്ന എളിമയോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങയെ കൂടാതെ യാതൊന്നും ചെയ്യുവാൻ ശക്തിയില്ലാത്ത ഞങ്ങളിലേക്ക് അവിടുത്തെ കൃപാവരം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ഉണർവും ജീവനും ഉണ്ടാകുവാനും അതിലൂടെ ജീവിതത്തിന് ആവശ്യമായ പരിവർത്തനങ്ങൾ വരുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളിൽ പുതു ചൈതന്യം ജീവനും നൽകണമേ. അതിനായി തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് മൗനമായി അല്പസമയം പരിശുദ്ധി തന്നെയായ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മൗനമായി നമുക്ക് ആയിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം, കുറവുകളെ കണ്ടെത്താം, തിരിച്ചറിയാം, തിരിച്ചു വരാം.
പ്രകാശമാകുന്ന ദൈവം നമുക്ക് നൽകിയ മുഖ്യ ആയുധങ്ങളാണ് പ്രാർത്ഥന, തിരുവചനം, കുരിശ് ഇവയൊക്കെ. അനുദിന ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മീയ സമരത്തിൽ വിജയം വരിക്കുവാനും ഈ ആയുധങ്ങൾ നമ്മെ സഹായിക്കും. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഹൃദയപരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു കൈയിൽ പ്രാർത്ഥനയാകുന്ന വിളക്കും മറുകൈയിൽ സഹനങ്ങളാകുന്ന കുരിശും വഹിച്ച് നമുക്ക് അവിടുത്തെ പിന്തുടരാം. ഹൃദയത്തിലും അധരങ്ങളിലും ദൈവവചനം സൂക്ഷിച്ചുകൊണ്ട് സാത്താൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക്, പരിപൂർണതയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. നമ്മുടെ ഈ പരിശ്രമത്തിലും പ്രയാണത്തിലും പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരുടെയും സഹായം നമുക്ക് അപേക്ഷിക്കാം. അമ്മേ മാതാവേ, അമ്മ കാനായിലെ കല്യാണ വിരുന്നിലായിരുന്നു കൊണ്ട് ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ തിരുപുത്രൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ നിയോഗങ്ങളെയും അങ്ങേ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയം സ്വർഗത്തിൽ അനവരതം അങ്ങേ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് എളിയവരായ ഞങ്ങളുടെ ഹൃദയ വികാര വിചാരങ്ങളെയും അവിടുത്തെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും, തിരുസഭയെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും എല്ലാം ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായി അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാം.